ഇന്ന് നമുക്കൊരു പൊറോട്ട ഉണ്ടാക്കാം. അതിനായി ആദ്യം ഒരു ചരുവം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളത്തിൽ ഒരു 1/2 കപ്പ് ഒഴിക്കാം. ഇത് മുട്ടയും 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്തത്. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പതപ്പിച്ചെടുക്കാം. ഇനി ഒരു 500 ഗ്രാം മൈദ മാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ വെള്ളം കുറവാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വെള്ളം പാകമായി. ഇനി നല്ലതുപോലെ ഇതൊന്ന് കുഴച്ച് ബോളാക്കി എടുക്കാം. ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഇതൊരു 10-20 മിനിറ്റ് നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ തേച്ച് ഒന്ന് കവർ ചെയ്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു തുണി, നനച്ച തുണി ഇട്ട് കൊടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് ബോൾ പിടിക്കാൻ എടുക്കാം. ഇതൊരു 2 മണിക്കൂർ കഴിയും. ഇനി ഇതിനെ നമുക്ക് നോക്കാം. ഇനി ഇത് ഒന്ന് ബോൾ പിടിച്ചെടുക്കാം. ഒഴിച്ച് എളുപ്പത്തിന് ഇതുപോലെ ബോൾ പിടിച്ച് മാവ് ഇതുപോലെ കൈയുടെ വിടവിലൂടെ എടുത്ത് ഒന്ന് കറക്കി എടുക്കണം. അപ്പോൾ ഒരു ബോളായിട്ട് വരും. ബാക്കി ഇതുപോലെ എല്ലാം ബോൾ പിടിച്ച് എടുത്ത് വെക്കണം. എന്നിട്ട് എണ്ണ തടവി വെക്കണം. ഇത് ഒന്ന് എണ്ണ തടവി വെക്കണം. ബാക്കിയുള്ളതും ബോൾ പിടിച്ച് ഇതിൽ വയ്ക്കാം. കുഴച്ച് വെച്ച മാവിൽ 12 ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പരത്തിയെടുത്ത് പൊറോട്ട ചുട്ടെടുക്കാം. ഇനി ഈ തുണി വെച്ച് തന്നെ അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞെടുക്കാം. ഇത് മാവ് ഉരുട്ടി വെച്ചത് പാകമായി വന്നു. ഇനി ഇതിനെ എടുത്ത് പരത്തിയെടുക്കാം. ഇത് ടെയിൽ ഒന്ന് ഞാൻ വെച്ചിട്ടുണ്ട് പൊറോട്ട പരത്താൻ വേണ്ടി മാത്രം. അപ്പം അത് വെച്ച് പരത്തിയെടുക്കാം. അപ്പം എളുപ്പം കഴിയും വയ്ക്കാം. നമുക്കെടുത്ത് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം.
ഇത് വീശി അടിച്ചാലേ നല്ല ലെയറായിട്ട് വരും. ഇതിനി ബാക്കിയുള്ള ഉരുളയും കൂടെ പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പരത്തി അടിച്ചു വെച്ചിട്ടുണ്ട്, ഇനി പരത്തി ചുടാം. ഉരുള അടിച്ച് ഇതേ രൂപത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നെടുത്ത് ഒന്നെടുത്ത് പരത്തി ഈ രൂപത്തിലാക്കാം. ദോശക്കല്ലി വെച്ച് ചുട്ടെടുക്കാം. കല്ലിയിട്ട് ഇങ്ങനെ പൊറോട്ട മുരിഞ്ഞ് വന്നു. ഇനി ഇതിനെ മാറ്റാം. കുറച്ചുകൂടെ മുഴിഞ്ഞാൽ പൊറോട്ട ഇങ്ങനെ കൈ വെച്ചടിച്ചാലേ ലെയറായിട്ട് വരും. സോഫ്റ്റായിട്ട് ലെയറായിട്ട് വരും. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ലെയറായിട്ട് വന്നിട്ടുണ്ട്.